ലോകത്തിലെ ഏറ്റവും അപകടകരമായ ചേരികളിലൊന്നാണ് ഹെയ്ത്തിയിലെ സിറ്റെ സോലെ. പട്ടിണിയും മഹാമാരിയും ഗ്യാങ് വാറുകളും ചേർന്ന് ശ്വാസം മുട്ടിക്കുന്ന ഇടം. അന്ധകാരം നിറഞ്ഞ ഈ തെരുവുകളിൽ ആയിരക്കണക്കിന് കുട്ടികൾക്ക് പ്രതീക്ഷയുടെയും പ്രകാശത്തിന്റെയും അടയാളമായി മാറുകയാണ് സിസ്റ്റർ പെയ്സി എന്ന ഫ്രഞ്ച് സന്യാസിനി. ഫ്രാൻസിലെ ലോറൈനിൽ ജനിച്ച ക്ലെയർ ജോയൽ ഫിലിപ്പ് എന്ന സിസ്റ്റർ പെയ്സി മദർ തെരേസയുടെ ജീവിതത്തിൽ ആകൃഷ്ടയായാണ് മിഷണറീസ് ഓഫ് ചാരിറ്റി സന്യാസിനി സമൂഹത്തിൽ അംഗമാകുന്നത്. വിശുദ്ധ കൊച്ചു തെരേസയുടെ ആത്മകഥയിൽ വിവരിക്കുന്ന മാനസാന്തരപ്പെട്ട ഒരു പാപിനിയായ സ്ത്രീയുടെ പേര് പെയ്സി അവിടെ വെച്ച് സ്വീകരിച്ചു. 1996 മിഷണറീസ് ഓഫ് ചാരിറ്റി സന്യാസിനി സഭയിൽ നിത്യവ്രതം സ്വീകരിച്ച സിസ്റ്റർ തന്റെ ജീവിതം പാവങ്ങൾക്കായി ഒഴിഞ്ഞുവെച്ചു. എന്നാൽ 2017 സിസ്റ്റർ പെയ്സി ഒരു പുതിയ ചുവടുവെപ്പ് നടത്തി. അങ്ങനെയാണ് പ്രാദേശിക ബിഷപ്പിന്റെ അനുവാദത്തോടെ കിസിറ്റോ ഫാമിലി എന്ന സമൂഹം പിറവിയെടുക്കുന്നത്. മിഷണറീസ് ഓഫ് ചാരിറ്റി സ്ഥാപിക്കുന്നതിന് മുമ്പ് മദർ തെരേസയ്ക്ക് ലഭിച്ചതിന് സമാനമായ ഒരു ഉൾക്കാഴ്ചയായിരുന്നു അതിന് കാരണമായത്. ഇരുട്ടിൽ അലയുന്ന ഈ കുട്ടികളെ നീ കാണുന്നില്ലേ? അവർ എന്നെ അറിയാത്തതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്നില്ല. നീ ചെന്ന് അവർക്ക് എന്റെ പ്രകാശം എത്തിക്കുക. മദർ തെരേസയുടെ ഹൃദയത്തിൽ മുഴങ്ങിയ ക്രിസ്തുവിന്റെ ഈ വാക്കുകൾ ഹെയ്ത്തിയിലെ തെരുവ് കുട്ടികളെ കണ്ടപ്പോൾ സിസ്റ്റർ പെയ്സിയുടെ ഉള്ളിലും പ്രതിധ്വനിച്ചു. ഇന്ന് ഹെയ്ത്തിയിലെ ഏറ്റവും കുപ്രസിദ്ധമായ സിറ്റെ സോലെ ചേരിയിൽ കിസിറ്റോ ഫാമിലിയുടെ നേതൃത്വത്തിൽ 7 അനാഥാലയങ്ങളും 8 സ്കൂളുകളും പ്രവർത്തിക്കുന്നു. ആയിരക്കണക്കിന് കുട്ടികൾക്ക് അവിടെ സംരക്ഷണവും വിദ്യാഭ്യാസവും വിശ്വാസ പരിശീലനവും ലഭിക്കുന്നു. എന്നാൽ ഈ ശുശ്രൂഷ ഒട്ടും എളുപ്പമല്ല. ഹെയ്ത്തി ഇന്ന് രാഷ്ട്രീയ അരാജകത്വത്തിലൂടെ കടന്നു പോവുകയാണ്. നേരത്തെ ചേരി പ്രദേശത്ത് മാത്രമായിരുന്നു ഗുണ്ടാ സംഘങ്ങളുടെ ഭീഷണിയെങ്കിൽ ഇപ്പോൾ അവർ മറ്റ് പ്രദേശങ്ങളിലേക്കും പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചിരിക്കുകയാണ്. അവർ വീടുകൾ ചുട്ടിരിക്കുന്നു, പള്ളികൾ ആക്രമിക്കുന്നു, കുട്ടികളെ ദുരുപയോഗിക്കുന്നു. കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിൽ ഒരു പ്രൊട്ടസ്റ്റന്റ് ദേവാലയത്തിൽ 80 പേരെയാണ് ഗുണ്ടകൾ കൊലപ്പെടുത്തിയത്. ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും ദരിദ്ര രാജ്യമായ ഹെയ്ത്തിയിൽ 20 ലക്ഷത്തോളം പേർ പട്ടിണി അനുഭവിക്കുന്നുണ്ട്. ഏകദേശം 14 ലക്ഷം ജനങ്ങൾ ഭവനരഹിതരാണ്. 2023 2024 ഇടയ്ക്ക് കുട്ടികൾക്കെതിരായ അക്രമങ്ങളിൽ 490% വർധനവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തോക്കുധാരികൾ പുറത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുമ്പോഴും ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളുടെ കൈ പിടിക്കുന്നു. അവർക്ക് ഭക്ഷണത്തിനൊപ്പം യേശുവിന്റെ സ്നേഹവും പകർന്നു നൽകുന്നു, സിസ്റ്റർ പെയ്സി പറയുന്നു. ആയുധങ്ങൾക്കും അക്രമങ്ങൾക്കും കീഴെ ഞെരിഞ്ഞമർന്നു പോകുമായിരുന്ന ഹെയ്ത്തിയിലെ കുട്ടികൾക്ക് മുകളിൽ സ്നേഹത്തിന്റെയും പ്രാർത്ഥനയുടെയും വലിയൊരു കരുതലിന്റെ മേൽക്കൂര തീർക്കുകയാണ് സിസ്റ്റർ പെയ്സി. ഈ കുഞ്ഞുങ്ങളുടെ ഉള്ളിലെ പ്രതീക്ഷയുടെ തിരുനാളം അണഞ്ഞു പോകാതെ സിസ്റ്ററിന്റെ കരങ്ങൾ അവരെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നു.